വീണ നായരെ പരിചയപ്പെടുത്തുകയാണ്. അഞ്ജലി നായർ. ഷാബുണ്ണ ഇതിന്റെ ഇടയ്ക്ക് കരയോഗം പ്രസിഡന്റായ. ഇവിടെ ഇന്ന് കുറച്ച് സെലിബ്രിറ്റികൾ 2020യുടെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. പാർട്ടി പരിപാടിയാണ്. പറഞ്ഞാട്ടെ. തൃപ്പൂണിത്തുറയ്ക്കുള്ള സ്ഥാനാർത്ഥിയാണ് എന്റെ അടുത്തിരിക്കുന്ന അഞ്ജലി നായർ. അല്ല ഷാബുണ്ണ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ 2020 തുടങ്ങിയിട്ട് കുറെ കാലം ആയില്ലേ? അന്ന് മുതൽ കുറെ എണ്ണം കൊടിയും പിടിച്ചോണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? അവരാരും ഇല്ലേ ഇപ്പോ? എന്തേ അവർക്കാർക്ക് സീറ്റ് കൊടുക്കൂലേ? എന്തായാലും ആട്ടെ, അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം. എന്നാലും ഷാബുണ്ണ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്, ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് നമ്മുടെ ഇലക്ഷന് നിൽക്കുവാൻ വേണ്ടി? ഒന്ന് മുഴിഞ്ഞാലും. പുലിമുരുകൻ ദൃശ്യം 2 ഒപ്പം തുടങ്ങി 157 സിനിമകളില് അഭിനയിച്ചിട്ടുള്ള ആളാണ് പുലിമുരുകനിൽ അഭിനയിച്ചത് ഒരു വലിയ യോഗ്യതയാണ്, അത് ശരിയാണ്. അടുത്ത പറ. ലക്ഷ്മിപ്രിയ 245-ലധികം സിനിമകളില് അഭിനയിച്ചു. അപ്പൊ 10-200 പടമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കാം. ഓക്കെ. അല്ല പിന്നെ ഈ ചേച്ചി ബിഗ് ബോസിൽ വന്നായിരുന്നല്ലോ അല്ലേ? അപ്പൊ ചേച്ചിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചേച്ചിയുടെ അഭിപ്രായത്തില് ചേച്ചിക്ക് ഈ ഇലക്ഷന് നിൽക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? നല്ല യോഗ്യതയാണ്. ഓക്കെ. വെള്ളിമൂങ്ങ എന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള സിനിമയില് പഞ്ചായത്ത് പ്രസിഡന്റ് റോള് അഭിനയിച്ച് ശ്രദ്ധേയമായ താരമാണത്. വെള്ളിമൂങ്ങയില് പുള്ളിക്കാരി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണവിടെ നമുക്ക്? അണ്ണാ, മോഹൻലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങേരെ പിടിച്ച് നീ മോദിക്ക് പകരം ഒന്ന് നിർത്തിക്കളയല്ലേ എന്റെ പൊന്നണ്ണാ.